1997 തമിഴിലും മലയാളത്തിലുമായി മോഹൻലാലിന്റെ 6 സിനിമകളാണ് തിയേറ്ററിൽ എത്തിയത്. മലയാളത്തിൽ 5 സിനിമകളും തമിഴിൽ 1 സിനിമയുമാണ് ഉണ്ടായിരുന്നത്. മണിരത്നം സംവിധാനം ചെയ്ത തമിഴ് ചിത്രമായ ഇരുവർ ആയിരുന്നു 97 മോഹൻലാലിന്റെ ആദ്യത്തെ റിലീസ്. ജനുവരി 14 തിയേറ്ററിലെത്തിയ സിനിമ തിയേറ്ററിൽ പരാജയപ്പെട്ടെങ്കിലും മികച്ച ചിത്രമെന്ന അഭിപ്രായം നിരൂപകർക്കിടയിൽ നേടിയെടുത്തു. മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നായി ഇരുവർ വാഴ്ത്തപ്പെടുകയും തമിഴിലെ ഒരു ക്ലാസിക് ചിത്രമായി പിൽക്കാലത്ത് ഇരുവർ മാറുകയും ചെയ്തു. ഏപ്രിൽ 4 വിഷു റിലീസായെത്തിയ വർണ്ണപ്പകിട്ടായിരുന്നു 97 മോഹൻലാലിന്റെ രണ്ടാമത്തെ റിലീസ്. ബാബു ജനാർദ്ദന്റെ തിരക്കഥയിൽ IV ശശി സംവിധാനം ചെയ്ത ഈ ചിത്രം തിയേറ്ററിൽ സൂപ്പർ ഹിറ്റായി മാറി. മോഹൻലാലും മീനയും ആദ്യമായി ഒന്നിച്ച ചിത്രമായിരുന്നു വർണ്ണപ്പകിട്ട്. ഓഗസ്റ്റ് 15 തിയേറ്ററിലെത്തിയ ഒരു യാത്രാമൊഴിയായിരുന്നു അടുത്ത റിലീസ്. ജോൺ പോളിന്റെ തിരക്കഥയിൽ പ്രതാപ് പോത്തനായിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്തത്. ശിവാജി ഗണേശനും മോഹൻലാലും ആദ്യമായും അവസാനമായും ഒരുമിച്ച ചിത്രമായിരുന്നു ഒരു യാത്രാമൊഴി. ഇവർക്കൊപ്പം തന്നെ വലിയ താരനിരയും സിനിമയിൽ ഉണ്ടായിരുന്നു. സിനിമ തിയേറ്ററിൽ ശരാശരി വിജയത്തിലൊതുങ്ങി. സെപ്റ്റംബർ 4 ഓണം റിലീസായി എത്തിയ പ്രിയദർശന്റെ ചന്ദ്രലേഖയായിരുന്നു മോഹൻലാലിന്റെ അടുത്ത റിലീസ്. പ്രിയദർശൻ മോഹൻലാൽ ടീമിന്റെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായി ചന്ദ്രലേഖ മാറി. മലയാളത്തിൽ അന്നുവരെയുള്ള സകല കളക്ഷൻ റെക്കോർഡുകളും ചന്ദ്രലേഖ തിരുത്തി. അനിയത്തി പ്രാവിന്റെ റെക്കോർഡ് മറികടന്ന ചിത്രമായിരുന്നു ചന്ദ്രലേഖ. സെപ്റ്റംബർ 12 തിയേറ്ററിലെത്തിയ ഗുരു ആയിരുന്നു ലാലേട്ടന്റെ അടുത്ത റിലീസ്. ഡോക്ടർ രാജേന്ദ്ര ബാബുവിന്റെ തിരക്കഥയിൽ രാജീവ് അഞ്ചലായിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്തത്. മലയാളത്തിലെ എക്കാലത്തെ മികച്ച ചിത്രങ്ങളിൽ ഒന്നായി ഗുരു ഇപ്പോൾ വാഴ്ത്തപ്പെടുന്നുണ്ടെങ്കിലും അന്ന് തിയേറ്ററിൽ സിനിമ പരാജയപ്പെട്ടിരുന്നു. പക്ഷേ ആ വർഷത്തെ ഇന്ത്യയുടെ ഓസ്കാറിലേക്കുള്ള ഒഫീഷ്യൽ എൻട്രിയായി ഈ ചിത്രം പരിഗണിച്ചിരുന്നു. ഡിസംബർ 25 തിയേറ്ററിലെത്തിയ ആറാം തമ്പുരാനായിരുന്നു 97 മോഹൻലാലിന്റെ അവസാനത്തെ റിലീസ്. രഞ്ജിത്തിന്റെ തിരക്കഥയിൽ ഷാജി കലാസ് ആയിരുന്നു ഈ ചിത്രം അണിയിച്ചൊരുക്കിയത്. മലയാളത്തിൽ പുതിയ ഇൻഡസ്ട്രി ഹിറ്റ് നേടിക്കൊണ്ടാണ് ആറാം തമ്പുരാൻ തിയേറ്റർ വിട്ടത്. ചന്ദ്രലേഖയുടെ റെക്കോർഡ് കളക്ഷൻ തിരുത്തിയ ചിത്രമായിരുന്നു ആറാം തമ്പുരാൻ.